അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോമ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമ വെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിൽ കൊണ്ടിരിക്കും, ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന പകുതി മുക്കാൽ പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ശാസ്ത്രീയമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമ്മൾ വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയെ അതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ
തെക്ക് പടിഞ്ഞാറ് പള്ളി, വാടകൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ, അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ. അല്ലാതെ ഫ്രിഡ്ജ്, TV, അന്ന് TVക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തവർക്ക്, മജ്ജിഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സിലൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. പടം ഫോട്ടോ ഇത് പാടായിരുന്നു, അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ. ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്തിരി ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷേ അതിനൊരിക്കലും ജപമാലയെ കുടുംബ പ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബ പ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലണതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങളെന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മാതാവ് ഫസ്കയിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതത്തോടെ കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ഇപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ പെയ്യണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയിൽ ചെയ്യണം ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറെ ഒരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നിട്ട് ജപമാല ചൊല്ലി, ഈ 1000 മഴ ജപമാല.
അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ട്, അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും, അതുവരെ നീ എൻ്റെ വലത് ഭാഗത്ത് ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ മകനെയും ഈ നടയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അൻസു ലിയാഫിൽ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 28 ജൂലൈ 2023. ഇതെൻ്റെ 9ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ അനേകായിരം ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ഞാനൊരു അധ്യാപികയാണ്. ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേറ്ററ്റ് എന്ന പരീക്ഷ ഗവൺമെൻറ് വളരുന്നത് കമ്പൽസറി ആയി. അപ്പോൾ ഞാൻ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ കേറ്ററ്റ് 1 എന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു വിജയവും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഈ കൃപാസന പള്ളി പരിചയപ്പെടുത്തിയതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് നിയോഗമായി എൻ്റെ ഈ കേറ്ററ്റ് എക്സാം ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു പ്രയാസമായിരുന്നു, ഇത്രയും പരീക്ഷ എഴുതിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു വിജയവും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ ശ്രമം വരെ വിട്ടതായിരുന്നു. പിന്നെയും ഈ ഗവൺമെൻറ് ഭയങ്കര റൂള് കമ്പൽസറി ആയി, ഇത് ഇല്ലെങ്കിൽ നമുക്കൊരു എയ്ഡഡ് സ്കൂളിൽ കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാറ്റഗറി 2 എന്ന ഒരു എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കാറ്റഗറി 2 പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും എന്നെ സംബന്ധിച്ചില്ലായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒന്നിനും പഠിക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു. അതുതന്നെയായിരുന്നു കാരണം. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇനി എനിക്ക് വീണ്ടും ഒരു പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ കാറ്റഗറി 2 അമ്മ മാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. എൻ്റെ 1 വർഷത്തോളമായി ഈ കാറ്റഗറി 2ൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 6ാമത് ഉടമ്പടി പുതുക്കി ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിൽ പോയിരുന്ന സമയത്താണ് എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്, കാറ്റഗറിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തെന്ന്. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്നു. അതിനുശേഷം തിരി കത്തിച്ച്, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് അമ്മ സന്തോഷത്തിനൊരു വക തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് ലാപ്ടോപ്പിൽ ഉടമ്പടി തൈലം വെച്ചുകൊണ്ട് കുരിശു വരച്ച് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അമ്മ മാതാവ് കേറ്ററ്റ് 2 എനിക്ക് 90 മാർക്ക് നൽകി എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു കാര്യമാണ്, അമ്മേ, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടനെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതാണ് എനിക്ക് അമ്മ തന്ന വിജയത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം. അമ്മ മാതാവിനും യേശുപ്പച്ചനും കോടാനുകോടി നന്ദി. അടുത്തൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ രോഗസൗഖ്യം തന്നെയായിരുന്നു. എൻ്റെ മകന് 2 വയസ്സിൽ കൂടുതലായിട്ട് വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, അഡിനോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെയും രാത്രിയിലുമായിട്ട് മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. മരുന്ന് കൊടുക്കും, നെബുലൈസേഷൻ ചെയ്യും, പഫ് അടിക്കും, ഇതെല്ലാം ചെയ്യും. കുറച്ച് നാളത്തേക്ക് ആശ്വാസവും പിന്നെയും അതേപടിയായിരുന്നു. അങ്ങനെ ഞാൻ അതും മാതാവിൻ്റെ സന്നിധിയിൽ
ഞാൻ പറഞ്ഞു, മാതാവേ, അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്, കുഞ്ഞിനും പ്രയാസമാണ്. കാരണം കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കുഞ്ഞ് എന്ത് കഴിച്ചാലും അത് ചുമയിലൂടെ പിന്നീട് ഛർദിലായി കുഞ്ഞും അസ്വസ്ഥതയിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഒരു ഡോക്ടറിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണ രീതിയിൽ ഞങ്ങൾ ചിട്ട പാലിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും മകന് ഞാൻ ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പും ഞാൻ മകന് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ രാവിലെയും പകലും ഞാൻ മകനെ നെറ്റിയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാനിവിടെ വന്ന അമ്മയോട് പറഞ്ഞു, എൻ്റെ മകന് ഇനി ഡോക്ടറിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ഡോക്ടർ പറയുകയാണ്, ഇനി പഫും വേണ്ട, നെബുലൈസേഷനും വേണ്ട, അവന് പൂർണ്ണമായി സൗഖ്യം കിട്ടി എന്ന് പറയണം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ മാതാവിനെ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താണോ മാതാവിനോട് പറഞ്ഞത്, മാതാവ് അതേപടി എനിക്ക് ഡോക്ടറിൻ്റെ വായിൽ നിന്ന് അത് തന്നെ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. മകന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, മകൻ പൂർണ്ണ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. അതുപോലെ തന്നെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു സ്വപ്നമാണ് കണ്ടത്. ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു റൂം, അവിടെ ഒരു കട്ടിലിൽ എൻ്റെ മകൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു അമ്മയാണ് കാണുന്നത്. അമ്മ ഒരു സാരി ഉടുത്ത് നല്ല വണ്ണമുള്ള, അധികം നീളമില്ലാത്ത ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ വെപ്രാളം പിടിച്ച് എൻ്റെ മകൻ്റെ രോഗത്തെ ഓർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സന്ദർഭമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് അമ്മ ഇങ്ങനെ പെട്ടെന്ന് വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാതിലടയ്ക്കുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മേ, എൻ്റെ മകൻ്റെ രോഗസൗഖ്യം മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ മകൻ്റെ രോഗസൗഖ്യം മാറും, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതേപടി ഇപ്പോൾ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ചുമയാട്ടെ അഡിനോയിഡിൻ്റെ അസ്വസ്ഥതയാട്ടെ ഒന്നും തന്നെ ഇല്ല. മകന് പൂർണ്ണമായി സൗഖ്യമാണ് കിട്ടിയത്. പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം ഞാൻ എല്ലാവരോടും ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ എൻ്റെ എന്ത് കാര്യം, അത് സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ, എല്ലാം ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മ മാതാവിനോടാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും വന്ന് അമ്മയോട് പറയും, അമ്മേ ഞാൻ വന്നു കേട്ടോ, വീട്ടിൽ വന്നു കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥന ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞു കുട്ടികളെയാണ്. കുഞ്ഞുകുട്ടികളെന്ന് പറയുമ്പോൾ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അവിടെയും ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട്. അവിടെ വെച്ച് എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചു നിർത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമുള്ള അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ മോൻ്റെ ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒക്കെ ഞങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവരോട് ചോദിക്കും, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അവരത് ആവശ്യം എന്താണോ ഉള്ളത് അത് ഞങ്ങളോട് പറയുകയും ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും കൂടിയാണ് അവിടെ കൊണ്ടുപോയി എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം, ഞാൻ എല്ലാ മാസവും ഇവിടെ വരും, അമ്മയെ കാണും, പ്രാർത്ഥിക്കും, ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അന്ന് ഞാൻ ആർക്കും കൊടുക്കത്തൊന്നുമില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എല്ലാ പത്രവും മാതാവിനെയും യേശുവച്ചനെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈ പത്രം ചെല്ലുന്നിട അല്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖമായിരിക്കാം, രോഗമുള്ളവരുടെ ഇടയിലായിരിക്കാം, ഇത് വായിച്ച് ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത്. ഓരോ പത്രത്തിലും ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരയ്ക്കും. അതിനുശേഷം ഒരു വാക്യം ഞാൻ ആ ഓരോ പത്രത്തിൽ എഴുതി സ്കൂളിൽ ഞാനും മകനും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റോഡുകളിലും ഓട്ടോറിക്ഷയിൽ കിടക്കുന്ന അവിടുത്തെ ചേട്ടന്മാർക്കും കടകളിലും ഒക്കെയാണ് ഞാൻ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പള്ളികളിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പത്രമെല്ലാം പെട്ടെന്ന് തീരും. അപ്പം എനിക്ക് തന്നെ ഒരു സംതൃപ്തിയില്ല. ഇത് പെട്ടെന്ന് തീർന്നാൽ പോരാല്ലോ, നമ്മുടെ സാക്ഷ്യം അവരെ അറിയിച്ചുകൊണ്ട് വേണമല്ലോ പറയണം. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനിയും പള്ളികളിലൊന്നും പത്രം കൊടുക്കില്ല, ഞാനിങ്ങനെ മറ്റുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. അന്ന് മുതൽ ഞാൻ പള്ളികളിൽ കൊടുക്കുന്നത് നിർത്തി. ഞാൻ ഇതുപോലെ റോഡുകളിലൊക്കെ പോകുന്നവർക്കും അടുത്തുള്ളവർക്കും എന്നോട് കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെയാണ് ഞാൻ എൻ്റെ പത്രം ഞാൻ കൊടുക്കുന്നത്. എല്ലാ ദിവസവും വളരെ ചിട്ടയായിട്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു 4 വർഷത്തിൽ കൂടുതലായി ഉടമ്പടിയിലായിരിക്കുന്നു. ഇതിൽ
ഇത്രയും വർഷമായിട്ട് ഒരു തരത്തിലുള്ള പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ ഒരു മുടക്കവും വന്നിട്ടില്ല. ഇനിയും എൻ്റെ വീട് വിട്ട് എവിടെയെങ്കിലും പോകുക തന്നെയാണെങ്കിലും ഞാൻ ഈ ഉടമ്പടി തൈലവും തേനും ഉപ്പും അതുപോലെ പ്രാർത്ഥന ബുക്കും ബൈബിളും എല്ലാം കൊണ്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് സാഹചര്യം അനുസരിച്ച് ഞാൻ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും ഞാൻ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിങ് എല്ലാ ദിവസവും ഞാൻ കേൾക്കും, അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലായ്മ തൊട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസോ അങ്ങനെയൊന്നും ഇടുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും ഒരു വാക്യം വെച്ച് ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും വിചാരിച്ചില്ല എൻ്റെ ഈ സ്റ്റാറ്റസൊക്കെ കാണുന്നതുകൊണ്ട്. പക്ഷേ ഇത് കണ്ട് പലരും എന്നോട് വന്ന് പറഞ്ഞു, ഇത് മാമിൻ്റെ വാക്യം കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അന്നത്തെ ദിവസമെന്ന്. അതൊക്കെ കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷമാണ് ഉണ്ടായത്. പിന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ചെയ്തു തന്ന എല്ലാവിധ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും യേശു അപ്പച്ചനും നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഉള്ളിടത്തോളം കാലം ഉടമ്പടിയിലൂടെ ജീവിക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് മാത്രമാണ്. ഞാനൊരു മർത്തോമക്കാരിയാണ്. മർത്തോമക്കാരിയായ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുന്നത് മാതാവിൻ്റെ പിക്ചറാണ്. മർത്തോമയിലുള്ളവർക്കറിയാം ഞങ്ങൾക്ക് മാതാവില്ല എന്ന്. പക്ഷെ പലരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ മാതാവിനെ ഇട്ടേക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ വിശ്വാസമാണ് മാതാവിനോടുള്ളത്. കാരണം അമ്മയോട് പറഞ്ഞാൽ അമ്മ മകനോട് പറയും എൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ മകൻ അത് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്ന് എനിക്ക് നാളത്തെക്കുറിച്ചുള്ള ഒരു വിചാരമില്ല. കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്നും മാതാവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനും യേശുപ്പച്ചനും കോടാനുകൂടി നന്ദി. ബാറൂക്ക് 2:16 കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. കർത്താവെ, ചെവി ചായ്ച്ച് കേൾക്കണമേ. അൻസു ലയ ഫിലിപ്പ് എന്ന ഈ മകൾ തൻ്റെ കേറ്ററ്റ് പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയതാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കേറ്ററ്റ് 1 10 തവണയോളം എഴുതി പരാജയപ്പെട്ട് തൻ്റെ കഴിവ് കൊണ്ട് അതിനെ നേടിയെടുക്കുവാനാവില്ല എന്ന ഒരു ചിന്ത മനസ്സിൽ ഉടലെടുക്കുമ്പോഴാണ് കൂട്ടുകാരി വഴി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും അമ്മയുടെ തിരുനടയിൽ വന്ന് കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിനും തൻ്റെ ഈ പരീക്ഷാ വിജയത്തിനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കേറ്ററ്റ് 2 ആണ് പിന്നീട് മകൾ എഴുതുവാനായി തീരുമാനിക്കുന്നത്. പഠിക്കുവാൻ അധിക ദിവസങ്ങൾ കിട്ടിയില്ലെങ്കിൽ കൂടിയും പൂർണ്ണമായും അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പോവുകയും പരീക്ഷ എഴുതുമ്പോൾ ഏറെ പ്രയാസകരമായിരുന്നെങ്കിലും അമ്മ മാതാവ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ ആ കൽപ്പന പ്രകാരം മകൾക്ക് ദൈവകൃപയാൽ പരീക്ഷ ആദ്യ അവസരത്തിൽ തന്നെ വിജയിക്കുവാനുള്ള അനുഗ്രഹം നൽകിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം കുഞ്ഞിനുണ്ടായ രോഗക്ലേശങ്ങൾ ഏറെ നാളുകൾ രാവും പകലും തുടർച്ചയായി ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി ഏറെ കഷ്ടപ്പെട്ടിരുന്ന കുടുംബം അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, തേൻ എന്നിവ നൽകിക്കൊണ്ട് അമ്മയ്ക്ക് മകനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായും രോഗം സൗഖ്യപ്പെട്ടതിനെ സന്തോഷത്തോടുകൂടി അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ബലം അത് വിശ്വാസം ഏതൊരിടത്തും പ്രഘോഷിക്കുവാനുള്ള ധൈര്യമാണ്. മകൾ സൂചിപ്പിച്ചു, താനൊരു മാർത്തോമാക്കാരിയാണെങ്കിലും പരിശുദ്ധമ്മയുടെ ചിത്രം എൻ്റെ സ്റ്റാറ്റസായി ഇടുന്നതിനും എൻ്റെ കവർ പിക്ചറായി ഇടുന്നതിനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും മറ്റുള്ളവരൊക്കെ എൻ്റെ ഫോൺ എന്നെ കാണുന്നത് മാതാവിൻ്റെ ചിത്രം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് എന്തുകൊണ്ട് മാതാവിൻ്റെ ചിത്രമിട്ടു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അവരോട് ഈ വിശ്വാസം കൈമാറുവാനുള്ള വഴിയായി എനിക്ക് മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ഒരു കൃപാസനം പത്രം അത് കൊടുത്തു പോകുന്നതിനല്ല, മറിച്ച് തൻ്റെ വിശ്വാസ അനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് അതിനെ കൈമാറുന്നതിനാണ് മകളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം വിശ്വസ്തതയുള്ള ഒരു ദൈവബന്ധത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു ദൈവബന്ധത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നാം ആയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ ഹൃദയനാഥനായി ഉടമപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കുകയും ദൈവഹിതമില്ലാതെ ജീവിതത്തിലുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. ദൈവത്തിന് നിരക്കാത്തതെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തിൻ്റെ ഏത് ക്ലേശമേറിയ പ്രശ്നത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കഴിവിനപ്പുറമുള്ളതൊക്കെയും ദൈവകൃപയാൽ സമയച്ചുരുക്കത്തിൽ അമ്മ നമുക്ക് അനുവദിച്ച് നൽകിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ തുടർച്ചയായി ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ സധൈര്യം നിലനിൽക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആദ്യമായി ഇവിടെ വരാനുണ്ടായ കാര്യം പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ല. ബേബിക്കുട്ടി തോമസ് എന്നാണ്. ഞാൻ ഹോളി ഫാമിലി ചർച്ച് വാനില ഇടവകയാണ്. താമസിക്കുന്നത് എറണാകുളത്താണ്. 26/4/25 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അതും നമ്മുടെ ഒരു ഭയങ്കര വിഷമ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ കഴിവിനപ്പുറത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത പോലെ അത്രയും വന്നപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന 5ാമത്തെ രഹസ്യം ചൊല്ലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൃപാസനം ഉള്ളപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടത്തേക്ക് ഒരു ആകർഷണമാകാൻ പാടില്ലേ എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ ആരോ ചോദിച്ച പോലെ ഞാനോടത്ത് എനിക്ക് തോന്നിയതായിരിക്കും. ശരിയാണല്ലോ, കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ട്, ആലപ്പുഴയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ വരാൻ സാധിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും, കർത്താവ് ആകർഷിക്കാതെ ആരും എൻ്റെ പിതാവിൻ്റെ പക്കൽ എത്തുകയില്ലെന്ന് പറഞ്ഞതുപോലത്തെ ഒരു വലിയായിരുന്നു. ദൈവമേ, നേരെ ഒന്ന് വെളുത്താൽ മതി എന്നുള്ള മട്ടിലായിരുന്നു. 7 മണിയായപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് പോയത്. അതിനെക്കുറിച്ച് ക്ലാസ് കേട്ടിട്ട് പിന്നെയും മനസ്സിലാകാത്ത കാരണം വീണ്ടും ചോദിച്ച് ഞാൻ ആ പറഞ്ഞതെല്ലാം എഴുതി വെച്ച് വായിച്ചിട്ട് എപ്പോഴും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ നമുക്കറിയത്തില്ല. ഈശോയുടെ അടുക്ക് കരുണക്കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലുമെങ്കിലും ചോദിക്കാനെല്ലാം പേടിയായിരുന്നു. ദാനമായിട്ടിരിക്കെ എന്തിനാണ് ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കാൻ അർഹതയില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാതെ ഒരിക്കലും കിട്ടത്തില്ല. ആ ഒരു കൽഭരണിയുമായിട്ടാണ് ശരിക്കും അമ്മ ഈ 6 കൽഭരണി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ ഇത്രയും സ്പേസ് ഉള്ള ഒരു സ്ഥലം ഇട്ടിട്ട് നമ്മളൊക്കെ എങ്ങോട്ടാണ് ഓടിപ്പോയെന്ന്. ഞാൻ എൻ്റെ ഒരു ഇതിൽ എല്ലാത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചിട്ടില്ല എന്നും ഈ 6 കാര്യം നിയോഗം ഒന്നും അല്ലാതെ ഇവിടെ വന്ന് ഇപ്പം ഇവിടെ 2ാം പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവിടെ ഒന്ന് വരിക എന്ന് അവിടെ കാല് കുത്തിയപ്പോൾ തന്നെ മേല് എന്തോ കുളിര് കോരുന്ന അനുഭവം പോലെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മേനെ കണ്ടപ്പോൾ എന്താ എന്നെ വരാൻ താമസമെന്നോ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നുമല്ലോ. അപ്പോൾ ഞാൻ അറിയത്തില്ലായിരുന്നു അമ്മ. ഇനി ഞാൻ ഒരിക്കലും ഇപ്പം ഞാൻ സാക്ഷിയായിട്ട് പറയുകയാണ്, അന്ന് ഈ കാശ് രൂപം ഞാൻ എൻ്റെ കഴുത്തിലിട്ട് 26/4/25 ഇനി എനിക്ക് കിട്ടിയ അനുഭവം കൂടി പറയണമല്ലോ, എപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിയോഗമൊക്കെ എഴുതി, ഇവിടെ അനുഭവം എഴുതി 6 എഴുതുമ്പം അന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ എഴുതി. ഏറ്റവും അവസാനം 5ാമത്തെ എഴുതിയപ്പോഴും അവിടുത്തെ ദൈവമേ ഇവിടെ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ പാലിക്കാനുള്ള അനുഗ്രഹം ചോദിച്ചില്ല. അത് നമ്മുടെ കഴിവിനപ്പുറമാണെന്ന് എനിക്കറിയാം. കുർബാന മുടങ്ങിപ്പോവും, ചിലപ്പോൾ ജപമാല മുടങ്ങിപ്പോയെങ്കിലൊക്കെ നമ്മൾ അതും കൂടെ എഴുതണമെന്ന് അങ്ങനെ വിചാരിച്ചു. പോയി 3 മാസം വരെ ഒരിക്കലും ഞാൻ പറയാം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ 5:30 എന്നൊരു മണിയുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ ചിലപ്പോൾ 5:15 എണ്ണീറ്റാലും ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഒരു കട്ടൻ കാപ്പി കുടിക്കത്തുള്ളൂ. ഈശോയ്ക്ക് ആദ്യമേ കാപ്പി കൊടുത്തിട്ട് ഞാൻ കുടിക്കാറുള്ളൂ. ഞാൻ ഈശോയോട് എപ്പോഴും പറയും, ഇതൊരു ക്ലാസ്സാണ്. ശരിക്കും സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ഊട്ടിയിലും ഒക്കെ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലെ അച്ഛൻ ദൈവത്താൽ ആകർഷിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊന്നും ഇവിടുത്തെ ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു സ്കൂൾ ഓഫ് ഇതുണ്ട് ഇവിടെ. എത്രയോ പേര് പറയുന്നു 5:30 മുട്ടുകുത്തുന്ന കാര്യങ്ങളും. ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്, പൈസ കൊണ്ടും അല്ലാതെയൊക്കെ. ഞാൻ പറയുന്നു ഇതൊരു സ്കൂൾ ഓഫ് എനർജിയാണ്. അച്ഛൻ ഓരോ പ്രാവശ്യം പറയും, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞാനങ്ങ് ഇതായിപ്പോയി. ഈ ഡെയിലി രാവിലത്തെ ആ പ്രാർത്ഥന കേട്ടിട്ട് അപ്പൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയും മക്കളും വൈകുന്നേരം എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് പോലെ ആണ് ഈ മക്കൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത് ഈശോയെന്ന്.
ശരിക്കും ഒരമ്മ പ്രാർത്ഥിക്കുന്നതാണ്, ഒരച്ഛൻ പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ പറയില്ലേ മോനെ നന്നാവും പോ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ 5 ദിവസം വിശ്വാസത്തിൻ്റെയാണ് അച്ഛൻ പറഞ്ഞു തന്നത്. ഓരോ പടി പറയുമ്പോഴും ഓർക്കും അവിടം വരെ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറാൻ അനുവദിക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ വാക്കുകൊണ്ടൊന്ന് പറയാനെങ്കിലും ബാധ്യസ്ഥരായിരിക്കണം. ചങ്ക് പൊട്ടിയാണ് ഇവിടുത്തെ ആൾക്കാരും മധ്യസ്ഥ പ്രവർത്തകരും അതുപോലെ അച്ഛനൊക്കെ ഞാൻ വന്ന് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോ എന്താണ് ഈ അച്ഛനെ ഒന്ന് വിശുദ്ധനാക്കി കേൾക്കുന്നതെന്ന്. സത്യം പറയുക, എന്താണ് അതിൽ കളയാനുള്ളതെന്ന് ഞാൻ ഓർക്കും. ചിലതെടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒന്നും കളയാനില്ലെന്ന് പറഞ്ഞ പോലെ ധ്യാനം കേട്ടിട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയായിരുന്നു. അത്രയും ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാണ്. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ആ വാഗ്ദാനം സത്യം പറഞ്ഞ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഇവിടെ സാക്ഷീകരിക്കപ്പെടുകയാണ്. എൻ്റെ മക്കളൊന്നും നഷ്ടപ്പെട്ടു പോകല്ലേ. ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഒന്നുമല്ലല്ലോ അച്ഛൻ പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നതും അമ്മയെ കണ്ട ഞാൻ പറയുന്നു നിങ്ങൾക്കും അമ്മയെ കാണാം. എത്രയോ പേര് കണ്ടവർ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട. എത്രയോ പേര്, ഞാൻ എൻ്റെ സാക്ഷിയൊന്ന് പറയുവാണ്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച നിയോഗം എഴുതിയതിൻ്റെ അനുഭവം പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഇത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു, ഈശോ ഇവിടെ വന്നതിൽ പള്ളി ചെന്നാലും ഏറ്റവും വലിയ പാവിയും ഏറ്റവും പൊട്ടത്തിയും ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. ഓരോരുത്തരിൽ എന്തെല്ലാം കഴിവുകളുണ്ട്, അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മളെവിടെയൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പം ആ പുറത്ത് നിൽക്കുന്ന യോഗ്യതയില്ലാത്ത നമ്മളെ വരിച്ച് ആഗ്രഹം മൂലമാണ് ഈശോയെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയത്തില്ലേ, നമ്മുടെ ഗ്രേസിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ കൈ പൊക്കി കഴിഞ്ഞാൽ വെടിവെക്കുമോ? അപ്പോൾ അതുപോലെ ഓർത്താൽ മതി, എൻ്റെ ഈശോ എൻ്റെ കഴിവുകളെല്ലാം തീർന്നു, എൻ്റെ അമ്മ ഈശോയോട് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലഭിച്ചതാണ് ഞാൻ പറയുന്നത്. കണ്ണിൻ്റെ 2 വശത്തും നിറയെ കുരുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഈ ഐ ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ അലർജിയാണെന്നൊക്കെ. അപ്പോൾ ഞാനും ഓർത്തു ഇനി അതാണെങ്കിൽ ഇനി എന്തേലും ആട്ടെ, ഇങ്ങനെ പതുക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനോർത്ത് ദൈവമേ വിശുദ്ധ തൈലം കയ്യിലിരുന്നിട്ടാണോ ഞാനിത് ചെയ്യാതിരുന്നതെന്ന് ഓർത്ത് അന്ന് തൊട്ട് പുരട്ടും. ചില ദിവസം ചിലപ്പോൾ മറന്നു പോകും. നെറ്റിയെ കുരിശ് വരച്ചാൽ അപ്പം തന്നെ 2 കൈ കൊണ്ട് ഇവിടെ വരച്ചിട്ട് പറയും ഇതെനിക്ക് സാക്ഷ്യമാക്കി തരുമല്ലോ എന്ന്. പിന്നെ ഞാൻ മറന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല. അമ്മ അത് പെറുക്കിക്കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വിശുദ്ധ തൈലത്തിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കൃപാസനത്തിൻ്റെ ഉപ്പിൻ്റെ അനുഗ്രഹം ഒത്തിരി പേര് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. ഞങ്ങളുടെ 7 വർഷമായിട്ട് പാർട്ടീഷൻ ശരിയാവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ വന്ന് ഏറ്റവും തൊട്ടടുത്ത് വരും, അത് മാറിപ്പോകും. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ കൂടുന്നു, സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കാണ്. അതിന് മുകളിലേക്ക് അധികാരികളൊക്കെ ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇപ്പം ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്റ്റെപ്പ് ഞങ്ങളുടെ ആ ഓഫീസിലേക്ക് കയറുന്ന അവിടം തൊട്ട് സ്റ്റെപ്പിൽ ഞാൻ ഇടിച്ചിട്ട് മാനേജർ ഇരിക്കുന്ന റൂമിൽ വരെ വിളിച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയും അമ്മ ഇതുവഴി ചവിട്ടി പോകുന്നത് പോലെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന നിങ്ങൾ 2 പേരും 12 സ്ലീഹന്മാർ ഉൾപ്പെടെയുള്ളവരെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 14+ ഞാനൊന്ന് 15 ബാക്കി കല്യാണത്തിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയണം ഇതുപോലെ ഒരു വീഞ്ഞ് രുചിച്ച് നോക്കിയിട്ടില്ലെന്ന്. ഇതാ അമ്മ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോയി. ആരും ഈ ഉപ്പ ചവിട്ടാതെ മോളി വരരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. 100 വിശ്വാസപ്രമാണം കഴിവതും എല്ലാ ദിവസവും തന്നെ ചെല്ലാതുണ്ട്. ചിലപ്പോൾ എങ്ങനെ മുടങ്ങിപ്പോയിട്ട് 325 നന്മ പറയുമ്പോൾ ചെല്ലും. അപ്പോൾ ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല, പണ്ട് അത്രയും സമയമില്ലായിരുന്നു, ആർക്കെങ്കിലും ഇന്ന് കൊന്ത ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തരും. ഇങ്ങനെ നമുക്കൊന്ന് നികത്തി ഒരമ്മ പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഞാൻ പറയും, ഇഡലിയുടെ മാവ് ഒഴിക്കുന്ന പോലെ ഞാൻ ഒഴിക്കുന്നത്. എവിടെയെങ്കിലും അൺഫില്ലാണെങ്കിൽ മാതാവേ ഒന്ന് ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 7 വർഷം കിടന്നത് 4.5 മണിക്കൂറിനുള്ളിൽ സംസാരിച്ച് ഞങ്ങളവിടെ എഗ്രിമെൻറ്റിന് ഒപ്പിട്ടെന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇതിൽ പറയുന്നത് ഈ കൃപാസനത്തിൻ്റെ ഈ കാശുരൂപം കിട്ടിയപ്പോൾ ബാഗിലിട്ടുകൊണ്ട് ഞാനോർത്ത് എൻ്റെ ദൈവം എങ്ങനെയെങ്ങാനും പോയെങ്കിൽ എന്തെടുക്കും, ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് ഒന്ന് സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരണേന്ന് ഞാനിങ്ങനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അയ്യോ എനിക്കത് ഭയങ്കര സന്തോഷമായി, കഴുത്തിലിട്ടാൽ മതിയില്ല. അപ്പോൾ എൻ്റെ 24 hours എൻ്റെ കൂട്ടത്തിൽ കാണുമല്ലോ.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് അത് ഇച്ചിരി അകന്നപ്പോൾ എനിക്കൊരു പേടി, എങ്ങനെ അച്ഛൻ പറഞ്ഞില്ല മിസ്സായി പോകാൻ പാടില്ല, കളർ പോയാൽ മാത്രമേ മാറ്റി തരുള്ളൂ. അപ്പോൾ എന്താ ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്നുള്ള മട്ടിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. കുളിക്കാൻ പോകുമ്പോൾ ഊരി വെക്കാൻ പോലും പേടിയാണ്, അമ്മയില്ലാതെ എങ്ങനെ അത്രയും നേരം വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഈ അലൂമിനിയം മാറ്റി ഒന്ന് സ്വർണ്ണമാക്കി തരാമോ, അങ്ങനെയാണെങ്കിൽ പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം ഞാനത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അത്ഭുതം പറയുവാണ്. ഞാൻ വിചാരിക്കാത്ത ആൾ തന്നെ, അതത് തരുമെന്ന് വിചാരിക്കാത്ത ആളാണ് അതിടാൻ അതിൻ്റെ മാലയും അതേ കൂട്ടിയുള്ള ഇതും. ഞാൻ അമ്മയോട് ചോദിച്ചു, സത്യം തന്നെയാണോ, എനിക്ക് തന്നെയാണോ ഇത്? അന്നേരം അമ്മ പറഞ്ഞ്, ചോദിച്ചതെന്നാ, എന്നെ കൊണ്ട് നടക്കാൻ ഒരു പേടകമല്ലേ, അത് ഫുള്ള് സ്വർണത്തിൻ്റെ ആയിക്കോട്ടെ എന്നൊന്ന് ആലോചിച്ച്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ സാധനം ഊരി വെച്ചിട്ടില്ല, കൂടെ കൊണ്ട് നടക്കുക. വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും ഉടനെ എടുത്ത് മുത്തിയിട്ട് പറയും. ഞാനിപ്പോൾ എവിടെ വെച്ച് ഇപ്പോൾ പള്ളിയിൽ വചനം വായിക്കാനൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പറ്റുന്നതല്ലായിരുന്നു, എനിക്ക് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഇതൊന്നും യോഗ്യതയൊന്നും നമുക്കില്ല. അപ്പോൾ അതെന്നെ കൊണ്ട് സാധിപ്പിച്ചു. പിന്നെ POC പോയി ക്ലാസ്സിന് പോയി 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പറ്റി, വിറ്റ്നസ് ഓഫ് മേഴ്സി. അവിടെ എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. മാതാവ് അവിടെ 92% മാർക്കോട് കൂടി മാമോദീസ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ അല്ലാതെ അതിൻ്റെ ആഴം മനസ്സിലാക്കുക, ഓരോ കൂദാശയുടെ ആഴം മനസ്സിലാക്കാനും പഠിക്കാനും ഇന്നത് പഠിപ്പിക്കാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒന്നും അറിയാത്തവരെ കൊണ്ടുപോയി എവിടെയൊക്കെ വലിച്ചടിപ്പിച്ച് കിടക്കുന്നതിനെല്ലാം ചേർത്ത് വെച്ച് മുത്തും മാലയാക്കി തന്ന് കൊളുത്ത് വെച്ച് തരുന്ന ഒരമ്മ നമുക്ക് കാവലുണ്ട്. പിന്നെ അടുത്ത ഒരു സാക്ഷ്യത്തിൽ ഇത് കിട്ടിയ അനുഗ്രഹം, കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ. അപ്പം കുറേ പണയം എടുക്കാനായിട്ട് ഒക്കെ സാധിച്ചു. അതുപോലെ 4.5 ലക്ഷം രൂപയോളം എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഞാനിങ്ങനെ, അവർ ചോദിക്കുകയൊന്നുമില്ല, എന്നാൽ എനിക്കറിയാലോ അത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞു 450 നന്മ പറഞ്ഞു പറയുമ്പോൾ ചെല്ലിയ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. 450 നന്മ പറഞ്ഞു പറയുമ്പോൾ ആയില്ല, 310 ആയപ്പോഴത്തേക്കും പേര് ഞാൻ പറയുന്നില്ല, വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിച്ചാണ് വിസയൊക്കെ ശരിയായി. അപ്പോൾ ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ വെച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ ആർക്കും അല്ല, അത് ഞാൻ ചേച്ചിക്ക് അയച്ചു തരുവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അത് ഉടനെ തിരിച്ചും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉള്ള സമയത്ത് തിരിച്ചു തന്നാൽ മതി, എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ ആ കടബാധ്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. പിന്നെ പ്രവർത്തനത്തിൻ്റെ ഇത് പറയുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്കൊരു 2 കാറുണ്ടായിരുന്നു. അതിലൊരു കാറ് ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവിൻ്റെ വാഹനമായിട്ട് പോകുന്നിടത്തെല്ലാം കൊണ്ട് എന്താ ചെയ്യണ്ടേ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ട്രസ്റ്റിലേക്ക് വേണ്ടി അച്ഛന്മാരൊക്കെ പോകുന്ന ടാക്സി പിടിച്ചായിരുന്നു. അതുങ്ങൾക്ക് അങ്ങനെ അത്ര പൈസയൊന്നും ഉള്ള ഒരു ഇതല്ല. അപ്പോൾ അതിൽ ആ ട്രസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി ഗൾഫിലുള്ളവർക്കൊക്കെ കുറേ ഡ്രസ്സൊക്കെ അവരുടെ നല്ല നല്ല ഡ്രസ്സ്, അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് മേടിച്ചിട്ട് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. IELTS ജർമ്മൻ കോഴ്സ് പാസ്പോർട്ട് ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുവേണ്ടി പോവുക, പ്രാർത്ഥിക്കണമെന്ന്. പൈസയുടെ കാര്യം നോക്കാൻ പോകുന്നേ ഉള്ളെന്ന് പറയും. എവിടുന്നോ എൻ്റെ മനസ്സിൽ, അപ്പോൾ നമുക്ക് ഇപ്പം വലിയ അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചു തരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മക്കളെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സഹായിക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് ഒരു ജീവിതമാണ്, അല്ലാതെ ഒരു സാരിയോ ബ്ലൗസോ അല്ല. ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെ ഓർത്ത് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് 450 രൂപയൊക്കെ പണ്ട് പറയുന്നത്, ഇപ്പോൾ പൈസയൊക്കെ അങ്ങ് ഒത്തിരി മാറി. അപ്പം പറയും ധൈര്യമായിട്ട് പോകും, പാസ്പോർട്ടിൻ്റെ എല്ലാം ശരിയായി കഴിയുമ്പോൾ വിളിക്കുക, എങ്ങനെയെങ്കിലും ഈശോ എനിക്കത് തരുന്നതാണ്, എൻ്റെ കയ്യിലുണ്ടായിട്ടല്ല. എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയുക, ഈശോയെ ഏറ്റവും പൊട്ടത്തി ഞാനാണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം എന്നെ തൊട്ടത്. നമ്മുടെ അറിവുകളില്ല എന്ന് സമ്മതിക്കുന്നിടത്തു നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദൈവം. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ എല്ലാവരോടും പറയാം. എനിക്ക് ബൈബിള് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് നോക്കി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കർത്താവിനോട് 41 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് 10 കോട്ട് ചെയ്ത് പറയുമ്പോൾ ബാക്കി എന്താ ഈ വചനത്തിൽ ഇങ്ങനെ പോയി വരും. ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവ് 10 എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 41ാമത്തെ ദിവസം കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ മുന്നിൽ നിന്ന് ഒരാൾ പറയുക, ഈ 10 വചനം മതിയോ? അപ്പോൾ ഞാൻ 10 വചനം പോരാ, പക്ഷേ 10എങ്കിലും. അപ്പോൾ നാക്കിലേക്ക് ഒരു തണുപ്പ് വന്നിട്ട് സത്യമായിട്ട് ഞാൻ പറയുക,
കർത്താവ് അന്നേരം പറഞ്ഞാൽ അന്നേരം പറയേണ്ടത് വായുടെ തുമ്പത്ത് തോന്നിക്കുന്ന ഒരു കർത്താവുണ്ട്. വേഗം ഓടണ്ട, തിടുക്കം കൂടണ്ട, പതുക്കെ നടന്നാൽ മതി. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് ആ കളം ശരിയാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് ദൈവം അനുഗ്രഹിച്ച എല്ലാവരെയും കേൾക്കാനും അതുപോലെ രോഗികളെയൊക്കെ ഒന്നും ഇങ്ങനെ കൂടെ പോകാനായിട്ട് ചിലപ്പോൾ ലേഡീസ് ആയിരിക്കും, അവരുടെ കൂട്ടത്തിൽ ജെൻസിനെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, നിങ്ങൾ റെസ്റ്റ് ചെയ്തോ, ഞാൻ അവിടെ നിന്ന് അവരെ കുളിപ്പിച്ച് കൊന്തയൊക്കെ ചൊല്ലി അവരെ ഉറക്കിയ ശേഷം എനിക്ക് വരാൻ തമ്പുരാൻ കൃപ അനുവദിച്ചിട്ടുണ്ട്. ഒത്തിരി മരിക്കുന്നവരോട് ഞാൻ എപ്പോഴും ഓർക്കും, മദർ തെരേസ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഒരു ചിരി കൊടുക്കാൻ പറ്റുമോ, ഒരു പുഞ്ചിരി അവരുടെ ഇന്ന് വരും, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അതുപോലെ ഇതാ എൻ്റെ കർത്താവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ മദർ തെരേസ ഓരോരുത്തരുടെ ടേബിളിൽ കൊണ്ട് കിടക്കുന്നത്. ഇതൊക്കെ നമുക്കും അനുഭവം. മദർ തെരേസ പറയുന്നുണ്ട്, ഒരമ്മയാകണമെന്നില്ല, പ്രസവിക്കണമെന്നില്ല അമ്മയാകാൻ. അതാണ് ഞാൻ എടുത്തത്. 12 വയസ്സിന് മുകളിലുള്ള ആര് വന്നാലും ഈശോ എപ്പോഴും കാണിച്ചു തരും, ഇത് 12 വയസ്സുള്ള കാണാതെ പോയ ആ ശിശുവാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാന്ന് കൂട്ടിക്കൊണ്ടിരുന്നോളാൻ. അന്ന് തൊട്ട് പ്രായമായവരെയും ആണാണോ പെണ്ണാന്നൊക്കെ നോക്കാതെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കുറേ സാധ്യതകൾ വന്നിട്ടുണ്ട്. കുളിപ്പിക്കാനും കിടത്താനും അതുപോലെ കാലൊക്കെ തിരുമ്മി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അച്ചായനെ കുളിപ്പിച്ചപ്പോൾ അച്ചായൻ പറയാം, 2 വർഷമായിട്ട് എൻ്റെ പുറത്ത് വെള്ളം വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷവറിൽ നിൽക്കുന്നതാണ്, ബട്ട് അവിടെ വെള്ളം വീഴുന്നുണ്ടോയെന്ന് അറിയുന്നില്ല എന്ന്. തേച്ച് കുളിപ്പിച്ചപ്പോൾ കരയുവാണ്. 2 വർഷമായി മോളെ എൻ്റെ ദേഹത്ത് ശരിക്കും വെള്ളം വീണിട്ടുണ്ടെന്ന്. ഇതും മനുഷ്യർ തന്നെയാണ്. സ്ത്രീകൾ പിന്നെ പറയും എൻ്റെ കാല് വേദന എടുക്കുന്നത്, പുരുഷന്മാർ ഒരിക്കലും പറയില്ല. അപ്പം ഞാൻ ഈശോയോട് പറയും, കർത്താവ് ഇതുപോലത്തെ ഔസേപിതാക്കളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. വയരെ മുറുക്കി എടുത്തിട്ട് ചോദിക്കാൻ പറ്റാത്തവരുണ്ട്, കണ്ടുപിടിച്ച് കൊടുക്കാൻ ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോ കാണിച്ചു തരും. ഒത്തിരി അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു വചനമെങ്കിലും ആരോടെങ്കിലും പറയാൻ പറ്റണമെന്ന് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റും കാര്യങ്ങളുള്ളവർക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പേരുടെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇന്ന് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ മീഡിയ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്ട്രി ഇട്ടിട്ടുണ്ട്. എന്നും എനിക്ക് ഈശോ രാവിലെ എന്താണ് തോന്നിച്ചു തരുന്നത്. ഇപ്പോൾ അധികവും ഞാൻ ഈ കൃപാസനത്തിൽ കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുക, ദൈവമേ നമ്മളെ വലിച്ചടിപ്പിച്ച് ഈശോ യോഹന്നാൻ്റെ കാലത്ത് മാനസാന്തരപ്പെടുവിൻ, നിങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുമെന്നും ഒപ്പം തന്നെ സമയമായി എന്ന് പറയുന്ന ആ ഇതിലെ കൂടി ഈ അച്ഛൻ ഒരുക്കുന്നത് പോലെ ഈ സിസ്റ്റേഴ്സൊക്കെ രാവിലെ വന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കുപ്പിയിലെ വെള്ളം ഞാൻ എപ്പോഴും കാണുമ്പോൾ ഓർക്കും, വെള്ളവും കുടിച്ച് വീണ്ടും വന്ന് നമ്മളെന്താണോ പറയുന്നത് അത് കോട്ട് ചെയ്ത് എഴുതി ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കുക. അവിടെ ഒരു സ്വർഗരാജ്യമുണ്ട്, കർത്താവ് തിരിച്ചു കാണിക്കും, എൻ്റെ സക്കേവൂസിൻ്റെ ഭവനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു, ഇതാണ് എൻ്റെ ലോകമെന്ന്. കൃപാസനത്തെയും അതുപോലെ നല്ലതായിട്ട് നടക്കുന്ന ധ്യാന ഗ്രൂപ്പുകളിലും കർത്താവ് എന്തുമാത്രം സന്തോഷിക്കുന്നത് ഞാൻ ഓർക്കും. ഈശോയെ നമുക്ക് ഒരു വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ 24 മണിക്കൂർ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഞാനവിടെ പറയും, കർത്താവ് നമ്മൾ കൊടുക്കേണ്ടത് പൈസ മാത്രമല്ല, അതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം നമ്മുടെ സമയം ഈശോയ്ക്ക് കൊടുക്കാൻ മേലേ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു കേൾവിക്കാരനില്ലാതെ വിഷമിക്കുന്ന എത്ര അമ്മയും അച്ഛന്മാരും ഉണ്ട്. ഇതുപോലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും, എന്ത് സന്തോഷമായി മോളൊന്ന് തൊട്ടപ്പോഴെന്ന് വരെ കാത്തിരുന്നിട്ട് ആരെങ്കിലും കൊണ്ടു കൊടുത്ത് പൂത്ത കേക്ക് വരെ വെച്ചിട്ടുണ്ട്, കൊച്ചു വരുമ്പോൾ തരാമെന്ന്. കരഞ്ഞു പോയിട്ടുണ്ട്, പൂത്തതാ കാണിക്കത്തില്ല, പിന്നെ കഴിച്ചോളാന്ന് പറയും. ആ സ്നേഹത്തിൻ്റെ ഒരിത് ഭൂമിയിലുണ്ട്. അള്ളിപ്പിടിച്ച് അവിടെയൊക്കെയോ ഇരിക്കുവാണെന്ന് മാത്രം. വലയിൽ കിടക്കുന്ന പോലെ പരൽമീനെല്ലാം പുറത്തുള്ളവർക്കുള്ളതാണ്. തേങ്ങ പെറുക്കി കഴിയുമ്പോൾ കർത്താവ് പറയുന്നില്ലേ, കുറച്ച് തേങ്ങ അവിടെ കിടക്കുന്ന പാവപ്പെട്ടവർക്കുള്ളതാണ്, കാല പെറുക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളോട് കുറേ കാര്യങ്ങൾ കണ്ടു. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കുടംപുളി വേണമെങ്കിൽ 1 വർഷം കുറേ കായ്ക്കും, തേങ്ങ കുറേ കായ്ക്കും. ആർക്കും കൊടുത്തില്ലെങ്കിൽ ഈശോ പറയും, നിനക്ക് 24, 30 തന്നതിൽ ഈ പെറുക്കി എടുക്കുന്നത് 10 ആണെങ്കിലോ. അങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം എല്ലാം ദാനമാണ്, അടുത്ത ശ്വാസം പോലും ദാനമാണെന്ന് ഉറക്കെ ഒന്ന് മനസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആരും പാപം ചെയ്യത്തില്ല. മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം എല്ലാവരും ഭയങ്കര പരിശുദ്ധരായിട്ട്, ഞാനും ഉൾപ്പെടെ, ഇനിയും പാപമൊന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഈശോ പറയുന്നത്, നിൻ്റെ കൺമുമ്പിൽ ഈ കണ്ടത് നാളെ നീയാണെന്ന് ഓർത്തുകൊണ്ട് അനേകരെ ഈശോയിലേക്ക് കഴിയുന്ന വിധത്തിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്. അതുപോലെ പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേദനയോടെ കണ്ടിട്ടുണ്ട്, അതിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കും. ഞാൻ പറയും, എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയുടെ ദേഹത്താണല്ലോ ഈ പൊടിയെല്ലാം ഇരിക്കുന്നത്. കൊട്ടിക്കുടഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അല്ലാതെ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുക, ഒരിക്കലും അങ്ങനെ കിടക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഇതാരാണ്? നമ്മുടെ കൊച്ചിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ ഇടുവോ? ഒരിക്കലുമില്ല. ഇപ്പം സർവ്വതും തന്ന് സർവ്വത്തിൻ്റെയും കഴിവുമായിട്ട് ഇന്നും നമുക്ക് വേണ്ടി മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ വചനം എഴുതിയ കടലാസിൽ ഒരു പൊടി പിടിച്ചും പള്ളിയുടെ വാതിക്കൽ എടുക്കുമ്പോൾ ഒന്ന് ചങ്ക് തകരണം.
ശരിക്കും ഞാൻ പറയൂ, നമ്മൾ ഒന്ന് പൊട്ടണം. ആർക്ക് വേണ്ടിയാണ് ഈശോ ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് അമ്മ ചെയ്തത്? എല്ലാ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഇതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തകർക്ക് വേണ്ടി ദിവസവും നമ്മൾ ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു നന്മ എന്ന് പറയുമ്പോൾ ഒരു സ്വർഗ്ഗസ്നേഹിത, ഒരു പിതാവിനും പുത്രനും. കാരണം ഇവരുടെ നമുക്ക് വീട്ടിൽ TV കാണാനുണ്ട്, മക്കളുണ്ട്, സന്തോഷം പങ്കിടാൻ ഫ്രണ്ട്സുണ്ട്. സത്യം ഞാൻ പറയാം, സിസ്റ്റേഴ്സിനും അച്ഛനും നിങ്ങളൊന്ന് ആലോചിച്ച്, 10 ദിവസം ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങിന് പോയി നിൽക്കുന്ന ആളാണ്. 10 ദിവസം നിന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. 15-ാം ദിവസം പോയാൽ മതി, അല്ലെ പോകാമല്ലോ എന്ന്. ഇവർക്ക് എന്തുണ്ട്? ദൈവത്തിന് വേണ്ടി തല തൊട്ട് കാല് വരെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവരെ എന്തെങ്കിലും നമ്മൾ കഴിയുന്നത്രയും പറഞ്ഞ് അലക്കുന്ന സമയത്ത് കർത്താവ് ഈ തുണിവേദന ഈശോയ്ക്ക് കാഴ്ച വെച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പറയണം, അനേക മക്കളെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങളും സന്തോഷങ്ങളും ഇന്ന് കിട്ടിയ ചുവന്ന റോസാപ്പൂവൊക്കെ വെള്ള പൂക്കളായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ പ്രയത്നത്തിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ മാത്രം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ 5:30 എണീറ്റ് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞില്ല, ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഓടി പള്ളിയിൽ പോകും. അവിടെ ഇരുന്ന് പള്ളിക്ക് അകത്തുകൂടിയാണ്, സത്യം പറയുകയാണെ, പള്ളിക്ക് അകത്തൂടെ ഒരു ചുറ്റിലും നടന്ന ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും മാക്സിമം ചെല്ലാൻ ശ്രമിക്കും. ചിലപ്പോൾ പിള്ളേർ ധൃതി വെച്ചെങ്കിൽ മാത്രം അത് ചെയ്യാതെ പോകത്തുള്ളൂ. ഈശോയുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് തലയങ്ങ് ചേർത്ത് വെച്ചിട്ട് പറയും, കർത്താവെ നാളെയും ഇതുപോലെ വന്ന് വണങ്ങാനുള്ള കൃപയെ അവിടുന്ന് തരണമേ. അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ള അത് ദൈവം എനിക്ക് ഇപ്പോൾ വരെയും മുടക്കാൻ ദൈവം വന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ ജപമാല ചൊല്ലുന്നത് കഴിവതും എത്ര ചെല്ലുന്നു എന്ന് നമ്മൾ സിസ്റ്റർ ഇവിടെ വരുന്ന വിജയകുമാർ സാർ എന്താ ആ സാർ ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് നിങ്ങൾ കൊന്ത ചൊല്ലി കൈ ഒന്ന് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയൊന്ന് താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ട് ഞാൻ ഏതാ ചൊല്ലിയത് എവിടെ നിന്നെന്ന് ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റിയിട്ടുണ്ടെന്ന് ശരിക്കും നെഞ്ചി തറച്ചൊരു വചനം. നിങ്ങളും ശ്രദ്ധിച്ചേ, നമ്മുടെ കൊന്ത ഉറങ്ങിയ വേണ്ട, ചിലപ്പോൾ താഴോട്ടൊന്ന് വെച്ചിട്ട് നമ്മളെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഏതിൽ എത്രാമത്തെ നന്മഞ്ഞോറിമേലാണ് നിർത്തിയെന്ന് നിനക്കൊന്ന് തിരിച്ചറിയാമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ശക്തമാണെന്ന്. 5 ആണോ നിർത്തിയത് 6 ആണോ എന്ന് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് പോകുകയൊക്കെ ചെയ്യുമ്പോൾ ഏതിലാണോ നിർത്തിയെന്ന് അറിയാമെങ്കിൽ, അതുപോലെ കുർബാന കാണുമ്പോൾ കണ്ണിൽ നിന്ന് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരണം. പരിശുദ്ധ അമ്മ മുട്ടുകുത്തി നിൽക്കുവാണ് തൻ്റെ തിരുക്കുമാരനെ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുവാണ്, അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ അമ്മ ഇവിടെ നിന്നോട് പറയുവാണ്, എന്നെക്കൊണ്ട് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് അമ്മയ്ക്ക് എന്തുമാത്രം ചെയ്യാനുണ്ടെന്ന്. എല്ലാവരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൃപ യാചിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, എനിക്ക് കഴിവില്ല ദൈവമേ, കഴിവില്ല. അച്ഛൻ പറയുന്ന പോലെ നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് എൻ്റെ കഴിവ് താഴെ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് എളിമയുള്ള ഹൃദയം തന്ന് അനുഗ്രഹിക്കണേ. ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തകർക്കും അച്ഛനും 1000 നന്ദിയും കർത്താവിൻ്റെ മുന്നിൽ കരകെട്ടിക്കൊണ്ട് കർത്താവെ വരെ 10,000 മടങ്ങ് ഉയർത്തണമേ എന്ന് ഒരു സെയിൻ്റായിട്ട് ഇത് വാരി ഒരു സാൻ കൃപാസനമായിട്ട് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6 വചനമാണ്. ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തതയിലും പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണകളെ അനുഗ്രഹങ്ങളെ പാടി സ്തുതിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത ജോലി ഈ സഹോദരി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നാണ്. രോഗികളെ കുളിപ്പിക്കാനും മരിക്കുന്നതിന് മുമ്പ് ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് കാണുവാനും അവരെ ആ ശുശ്രൂഷ വേല ചെയ്യുവാനുള്ള ആ ആഗ്രഹം, ആ സന്തോഷമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും കർത്താവിനെ പാടി സ്തുതിക്കുവാനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്കുണ്ട്. അതെല്ലാം ഈശോയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അമ്മയാണ് എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടതകളും ദൈവത്തിൽ സമർപ്പിക്കാം. വിശ്വസ്തയോടെ ഭക്തിയോടെ ഉടമ്പടി ജീവിതം നയിക്കാം. നമുക്കും കർത്താവിനെ സ്തുതിക്കുവാൻ പാടി സ്തുതിക്കുവാനും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
ബേബിക്കുട്ടി തോമസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവായി പോയതാണ്. എൻ്റെ പേര് അനിത. ഞാനൊരു റേഷൻ കട വ്യാപാരിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ ശബരിനാഥ്, +2 വിദ്യാർത്ഥിയാവുന്നു. ആദ്യമായിട്ട് എനിക്ക് ജപ്തി ഒഴിവായി പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ റേഷൻ വ്യാപാരിയാണ്. ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ട് തരുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എനിക്കത് വായിക്കാൻ വലിയ മനസ്സുകുറവായിരുന്നു. ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കതിലോട്ട് ആദ്യമൊക്കെ നോക്കാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ട് തരുന്നത് അവരെ നിരസിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പത്രങ്ങളും വാങ്ങിച്ച് ഒരു സൈഡിൽ അടുക്കി വെക്കുമായിരുന്നു. ഫോണിൽ പോലും മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ മനസ്സ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ജപ്തിയോട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് പോലും എനിക്ക് മാതാവിനെ ഒന്ന് നോക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും പശ്ചാത്താപവും ഉണ്ട്. അവസാനം ഞാൻ ജപ്തിയുടെ ഡേറ്റ് അടുത്തടുത്ത് വന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും ബാങ്കുകാർ വിളിച്ചെന്നെ നിരന്തരം ശല്യപ്പെടുത്തുക, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ പറഞ്ഞ്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നാളെ വെളുപ്പിന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി എടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതുമല്ല, എനിക്ക് അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണം, ഇനി അവിടെ ചെന്ന് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ പെട്ടെന്ന് അടയ്ക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും പ്രായമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി. ആദ്യമായിട്ട് 2025 ജനുവരി 22-നാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബാങ്കിൽ നിന്ന് മാനേജർ നിരന്തരം വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സമാധാനം പറയാൻ ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ആയിട്ടാണ് ഞാൻ മാനേജറെ കാണാൻ പോകുന്നത്. പക്ഷേ അവരന്നേരം ഒന്ന് സമാധാനപ്പെടും. വീണ്ടും 4 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, വീട് വന്ന് സീൽ ചെയ്യും, നിങ്ങളുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് എന്നെ തളർത്തി. എനിക്കപ്പം വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പെട്ടെന്ന് വന്ന് അപ്പോൾ എന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനെ ചെന്ന് കാണ്, അല്ലാതെ ഇനിയൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 5:30 എന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ജപ്തിയുടെ കാര്യം പറഞ്ഞ് നിരന്തരം അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. 5:50 എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി കാപ്പി ഇടുന്നത് പോലും. ആ സമയത്ത് അന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ നിരന്തരം അങ്ങ് ബെല്ലടിക്കാൻ തുടങ്ങി. അത് ഒരു 5:45 മുതലേ ബെല്ലടിക്കുന്നുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടെയാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ ബെല്ലടി മൊത്തം ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പം കോളേജിലെ സാറാണ്, ഹൈദരാബാദ് കോളേജിൽ നിന്ന് സാറാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലങ്ങ് പ്രേരിപ്പിക്കുക, ഫോൺ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് ഞാൻ മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അങ്ങ് തട്ടി വിടും ആ ഫോണിൻ്റെ അടുക്കലോട്ട്. ഞാൻ അങ്ങനെ മനസ്സോടുകൂടി ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ആ കോള് കണ്ടെങ്കിലും പേര് കണ്ടെങ്കിലും എനിക്ക് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനൊരു മടി. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അഡ്മിഷൻ കൊടുക്കാനില്ല. സാറ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും എന്നെ പിടിച്ചു തള്ളി ഫോണിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് മറക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെ വീണ്ടും ആ കോൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ഞാൻ വേണ്ട കോൾ എടുത്തപ്പോൾ സാർ എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനിത, മാവേലിക്കര ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തും, അപ്പം നമുക്ക് കാണണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ
അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാറ് വേറൊരു ദിവസം എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണേലും ഇന്ന് നമുക്ക് കാണണം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം, പിന്നെ അനിതയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി സാറ് പറഞ്ഞ പ്രകാരം ഞാൻ അന്നേ ദിവസം തന്നെ 1:30 മാവേലിക്കര ഓഫീസിൽ ചെന്ന് സാർ ആദ്യം തന്നെ എൻ്റെ ഈ വിഷമ വിവരമാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ മടി, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം സാറ് എൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് നമ്പറെല്ലാം വാങ്ങിച്ചു. അത്രയൊരു ആശ്വാസത്തിൽ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് കയറാൻ നോക്കിയിരുന്നു. വീണ്ടും ബാങ്കിൽ നിന്ന് വിളി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും സാർ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചതല്ലാതെ എനിക്ക് ക്യാഷ് അയച്ചു തന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസത്തേക്കുള്ളിൽ അവിടെ എല്ലാവരെയും കൊണ്ട് വരും, അളക്കും. അങ്ങനെ കുറേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഞാനതെല്ലാം കേട്ടിരുന്നു. നമുക്ക് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരാളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വാക്കും തന്നിട്ട് പോയി, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് റേഷൻ കട തുറക്കാതെ പോലും ഞാൻ ഓടി ഇവിടെ വന്നു. അച്ഛനെ കണ്ട് അച്ഛനോട് ഈ സങ്കടം പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ എനിക്കൊരു മാതാവിൻ്റെ രൂപം വീട്ടിൽ കുഴിച്ചിടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ വെച്ച് ഈ അൽത്താരെ വെച്ച് തന്നെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഞാനൊന്നും എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ദിവസം ഈ പൈസ അടച്ചില്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ളിൽ എൻ്റെ അച്ഛനെയും അമ്മയും പുറത്തിറക്കുമെന്ന് വരെ പറഞ്ഞവർ. ഞാൻ ആ കാശ് രൂപം പിടിച്ച് വിഷമിച്ച് മാതാവിനോട് വീണ്ടും നോക്കി സങ്കടപ്പെട്ടിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ തൂണിൻ്റെ ചവിട്ടിൽ ചെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ സാറിൻ്റെ കോള് വന്നു. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ആ കോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്നതേ, അത് പറയാനാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഉടനടി എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എനിക്കതെങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അറിയത്തില്ല. നിസ്സാരം 2 ലക്ഷം രൂപയേ ഉള്ളായിരിക്കാം, പക്ഷേ അതെനിക്ക് 2 കോടിയുടെ വിലയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പൈസ കൊണ്ട് അടച്ചു. അത്രയൊരു ആശ്വാസം ബാങ്കുകാർക്കായി. അങ്ങനെ ഇരിക്കെ എൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് 24 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ 24 രൂപയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനൊരു മാസ്ക് വാങ്ങിക്കണം, ഒരു ചായ കുടിക്കണം, എന്തായാലും നിനക്ക് ഇത് രണ്ടും സാധിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചായ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു മാസ്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവൻ തന്നെ എൻ്റെ GPay ചെയ്ത് കൊടുത്തു. GPay ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കുമ്പോൾ ആ 24ൻ്റെ സ്ഥാനത്ത് ചായയുടെ ബാക്കിയും പോയിട്ട് 14 രൂപയുണ്ട്. ആ സ്ഥാനത്ത് 1,14,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അമ്മ ഈ 1 ലക്ഷം രൂപ എത്ര പെട്ടെന്ന് എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ വന്നേ? അപ്പം ഞാൻ അവനോട് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മാതാവ്, ഇത്രയും ശക്തിയുള്ള മാതാവ് നമുക്ക് ഇത്രയും സംരക്ഷണം തന്നു, ഇനി ആ 1 ലക്ഷം രൂപയും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചു തരും, മോൻ പ്രാർത്ഥിക്കുക, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം എൻ്റെ മോൻ ഒരുപാട് വിശ്വാസം കൂട്ടി. അവൻ്റെ അസുഖങ്ങളും മാറി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ അസുഖങ്ങളും മാറിപ്പോയത്. ഇതുകൂടാതെ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ 1 ലക്ഷം രൂപയും കൊണ്ട് അടച്ചു. ഞങ്ങളുടെ ജപ്തി ഒഴിവായി, ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇതിന് അമ്മ മാതാവിനോട് ഈശോയോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. മോൻ്റെ രോഗസൗഖ്യം ഉണ്ടായി. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പുതിയ വണ്ടിയാണ് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിരന്തരം ആൾ കയറുമ്പോൾ ഒരു 4 പേർക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും, ഏതെങ്കിലും വലിയ വണ്ടിയുടെ അടിയിലോട്ട് ചെന്നങ്ങ് കയറും. വളരെ അത്ഭുതത്തിലാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. അത് ഒരനുഭവമല്ല, പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഏതെങ്കിലും വലിയ വണ്ടിയുടെ ഇടയ്ക്കോട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കയറുക എന്നുള്ളത്. അപ്പോഴൊക്കെ അന്നൊക്കെ വിറച്ചാണ് രാത്രി കയറി വന്ന് എന്നോട് ഈ വിവരം പറയുന്നത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പാണ്ടിലോറയുടെ അടിയിൽ കയറിയില്ല, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ കയറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ
അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ഉപ്പും നാവിൽ തൊട്ട് കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എത്ര തിരക്കൊണ്ടേലും ഞാനത് ചെയ്താണ് വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ആൾക്കാരെ നിൽക്കാനുണ്ടായത്. അല്ലെങ്കിൽ പലവട്ടം അപകടം സംഭവിച്ചു കഴിഞ്ഞേന്. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. ഇപ്പോൾ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയിൽ എത്ര ആൾ കയറിയാലും ഒരു പ്രശ്നമില്ല. നേരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരപകടവും ഉണ്ടായിട്ടില്ല. ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുമ്പോഴും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കും. പിന്നെ ഒരു ദിവസം അച്ഛന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അച്ഛനെയും കൊണ്ട് പോകുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഭയങ്കര തിരക്കാണ്. ഡോക്ടേഴ്സിനെ ഒന്നും കിട്ടാനേ ഇല്ല. ഞാൻ അച്ഛനിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിയാണ്. കാണാൻ നല്ല സുന്ദരിയായ ഒരു മോള്. അത് കിടന്ന് ശ്വാസം കിട്ടാതെ അത് കണ്ണ് തള്ളുവാ നിന്നുകൊണ്ട്. ഞാൻ പെട്ടെന്നാണ് അതിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് മുകളിലോട്ട് കയറി നിൽക്കുന്നു. പിന്നെ അത് രക്ഷയില്ല. ഞാൻ ഓടിച്ചെന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മാസ്ക് ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. പെട്ടെന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് വെച്ചൊന്ന് കരയുക. അതിനെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ, ഇത് കാണാൻ വയ്യ, എൻ്റെ മോനെ പോലൊരു മോളല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുക, കാശ് രൂപ എടുത്ത് കൊടുക്കെന്ന് പറയുക. ഞാൻ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഒരു 5 കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും പേഴ്സിൽ. അതുകൂട്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തരെ കാണുമ്പം തീരെ വിഷമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നത്, കാശ് രൂപ എടുക്കുക. അപ്പം ഞാനിത് മറന്നുപോയ സംഭവമാണ്. 3 കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കാശ് രൂപ കൊടുക്കാൻ പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ് രൂപ? ഞാൻ പേഴ്സ് നോക്കുമ്പോൾ 3 കാശ് രൂപ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാശ് രൂപ എടുത്ത് മോളുടെ തലയെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഇനി അത്ര ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. ഡോക്ടേഴ്സൊന്നും നോക്കുന്നില്ല, കാരണം കാഷ്വാലിറ്റിയിൽ അത്ര തിരക്കാണ്. അവരുടെ കുഴപ്പമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരുടെ പുറകെ ഡോക്ടേഴ്സ് പോവുക. അപ്പോൾ ഇതിനെ 2 ടീച്ചേഴ്സാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 2 പേര് ഡോക്ടർമാരെ തിരക്കി വേറൊരു വഴിക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ടീച്ചേഴ്സ് 2 പേരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നത്. ആരാ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമായിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, പേരൻസ് ആണോ? അല്ല, ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുന്നത് പേട്ട. ഇത്രയും നേരം ഡോക്ടേഴ്സൊന്നും അടുത്തോട്ട് വന്നില്ലല്ലോ. ഇതിൻ്റെ കണ്ണ് തള്ളൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുവാ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ കാശ് രൂപമാണ്, ഞാൻ അത് വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചതാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്കൂടെ 2 കാശ് രൂപം താ, ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ശേഷിച്ച 2 കാശ് രൂപം ആ ടീച്ചേഴ്സിനും കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ അച്ഛനെ പോലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ അച്ഛന് 77 വയസ്സുള്ള അച്ഛനെ പോലും മറന്നാണ് ഞാൻ ഈ മോളുടെ പുറകെ ഓടിയേ. പിന്നെ അച്ഛനെയും കൊണ്ട് പെയ്യെ ഞാൻ നടന്നു. ഞങ്ങൾ ഊണ് മേടിക്കുന്നിടത്ത് വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പോന്നു, ആ ചേച്ചിയെ ഒന്നും കൂടെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നാലും ഇവിടെ കാണാൻ നോക്കാമെന്ന് അവരിങ്ങനെ നോക്കി പോകുമ്പോഴാണ് എനിക്ക് അവരെ ശ്രദ്ധയപ്പെട്ട് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു. ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? അപ്പോൾ പറയുക, ചേച്ചിയെ തിരക്കി ഞങ്ങൾ നടക്കുമായിരുന്നു. ഡോക്ടറൊക്കെ പിന്നെ വന്നത്. ആ മോക്ക് ചേച്ചി അത്രയും പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പകുതി അസുഖം മാറി. ഇപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതും ഡോക്ടർ വന്നതും എല്ലാം. എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് എനിക്കെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വൃദ്ധസദനമുണ്ട്. അനാഥരായ അച്ഛനമ്മമാരെയൊക്കെ ഇടയ്ക്ക് പോയി കാണും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ കൊടുക്കും. പിന്നെ 1-2 പ്രാവശ്യം ഊണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ കായംകുളത്ത് ഹരിപ്പാടൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങൾ, തീരെ അവശരായി കിടക്കുന്നവർക്ക്, അവർക്ക് എണ്ണീറ്റ് പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു 5 പൊതിയെങ്കിലും, അത് 5 പൊതിയൊന്നും വെച്ചിട്ട് ഞാൻ ആശാവും കൊണ്ടിരിക്കത്തില്ല. 5 പേരെ കണ്ടെത്തി ഞാൻ എവിടേക്ക് അവർ കിടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് 5 പേർക്കും അവരുടെ കൈകളിൽ തന്നെ ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇതുകൂടാതെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണ അലമാരയുണ്ട്. അവിടെ എല്ലാ മാസത്തും ഭക്ഷണം പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്
ഞാൻ RCCയിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. കാരണം എൻ്റെ മൂത്തൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു 22 വയസ്സ് കാണുമായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന്, തീരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ അവസ്ഥയിൽ. അന്ന് എനിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ എനിക്ക് ഈശോ എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അസുഖം മാറട്ടെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ പ്രായവും അതായിരുന്നു, എനിക്ക് അത്ര വലിയ പക്വതയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ ആ വേദന ഇന്ന് തന്നെ നല്ലപോലെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCC പോകുന്നത്. ഹരിപ്പാട്ടൂന്ന് RCC വരെ പത്രം കൊടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിനായിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു അതെ, ഇതിനായിട്ട് തന്നെ വന്നേ. കാരണം ഈ നിൽക്കുന്ന RCCയുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചെടികളും ഓരോ മൺതരികളും എൻ്റെ തകർച്ച ഒരു നാൾ കണ്ടതാണ്. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു, എനിക്ക് മാതാവിനെ ഈശോയെ ഇത്ര ശക്തമായി അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന എനിക്കേ അറിയത്തുള്ളൂ. എവിടെ ചെന്നാൽ എൻ്റെ മോളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് പോയി 2.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ ആന്ധ്രയിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായതാണ് എൻ്റെ മോനും പിന്നെ ഒരു മോളും ഉണ്ട്. RCCയിൽ ഈ പ്രേക്ഷക പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും കാശ് രൂപ ഞാൻ പ്രത്യേകം കൊണ്ടുകൊടുക്കും. കാരണം കുട്ടികൾക്കൊന്നും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊടുപ്പിക്കത്തില്ല. അവരുടെ പേരൻസിൻ്റെ ഞാൻ വിവരം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. മാതാവിൻ്റെ പത്രം അവരുടെ തലക്കെട്ട് കഴിവതും വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ RCC പോയി എല്ലാവർക്കും എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ എനിക്കിങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം തകർന്ന ഓരോ മാതാപിതാക്കളും ഇവിടെ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി തന്നെയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാനിവിടം വരെ വരുന്നത്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും. അവരോടൊപ്പം ഞാനും അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. രാവിലെ 7 മണിയുടെ ഹരിപ്പാട് നിന്നുള്ള ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. കഴിവതും അവരോട് തന്നെ ആ പരിസരത്ത് തന്നെ ഞാൻ സമയം ചെലവഴിക്കും. എത്രത്തോളം ആശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കാവോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കൃപാസനത്തിലൊന്ന് വന്നെത്ത്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതെന്ന് തന്നെ ശക്തമായി ഞാൻ അവരോട് പറയും. കാരണം എൻ്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അവസാനം അവരെനിക്ക് ഉറപ്പും തരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാനിപ്പം നിരന്തരം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് അവിടോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം RCCയിൽ ആദ്യം ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്, ക്യാമറയുണ്ട്, അവർ പത്രം പിടിച്ചു വയ്ക്കും. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും RCC പോകാനാണെങ്കിൽ പോകരുത്, ഭയങ്കര ചെക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രയും ദിവസം പോയിട്ട് തന്നെ ആരും പിടിച്ചു വെച്ചില്ല, ഇനി പിടിച്ചു വെക്കുന്നെങ്കിൽ വെക്കട്ടെ, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആരാണ് SP ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. കാരണം ഞാനിതൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്, ഒരു കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു അമ്മയാണ്. അതുപോലെ ഒത്തിരി അമ്മമാർ ഈ RCCയിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്, അല്ലാതെ ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ലാന്ന് എനിക്ക് പറയാനറിയാം. അപ്പോൾ അവർ ബാക്കി നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ RCC പോകുമ്പോൾ കൂട്ടത്തിൽ അവിടെ SAT ഉണ്ട്, ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, അങ്ങനെ 4 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അടുത്തടുത്ത്. അവിടെ എല്ലായിടവും പോകും. എല്ലായിടവും ഈ ഫ്രഷ് ആയിട്ടുള്ള പത്രം കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അതിനെക്കാട്ടി വേദനാജനകമാണ്. വായിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പത്രം താഴെ ഇട്ട് ചവിട്ടി തേക്കുന്നതും കാണാനുള്ള ഇടയായിട്ടുണ്ട്. അത് കാണുമ്പോൾ സഹിക്കത്തില്ല. ഫ്രഷ് ആയിട്ടുള്ള പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ജോലി പ്രത്യേകം ഒരു കിറ്റും കൊണ്ടുപോകും. ഈ താഴെ ചവിട്ടി മെതിക്കുന്ന പത്രം എല്ലാം എടുത്ത് കവറിലാക്കി വീട്ടിൽ കൊണ്ടും സൂക്ഷിച്ചു വെക്കും. കാരണം ആ പത്രത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് മാതാവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മാതാവിനെ ഈശോയും വിളിക്കുന്നത്, എൻ്റെ മക്കളോടും പറയും. നിത്യത വരെ നമുക്ക് മാതാവിനെ ഈശോയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും മാതാവിനെ ഈശോയോടും പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ടാണ് ഉടമ്പടിയെടുത്ത കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇനി മുന്നോട്ട് മാതാവ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെറമിയ 24:6 ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല.
ഞാൻ അവരെ നടും പിഴുതു കളയുകയില്ല. അനിത എന്ന ഈ അക്രൈസ്തവ മകളുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. അമ്മ മാതാവിൽ ശരണപ്പെട്ടു തുടങ്ങിയ സാഹചര്യം എങ്ങനെയെന്ന്, ജീവിതം ആകെ തരിപ്പണമായ കടബാധ്യതകളാൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ജപ്തിയുടെ വക്കിലെത്തിയ കുടുംബം അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത ശേഷം പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിച്ച് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അത്ഭുതകരമായ ഇടപെടൽ അമ്മ മകളുടെ ജീവിതത്തിൽ നൽകിയതാണ് നമ്മോട് പങ്കുവച്ചത്. ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളുമായി അമ്മയുടെ അരികിൽ തേടി വരുന്ന ഓരോരുത്തർക്ക് ലഭിക്കുന്ന സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നാം അച്ഛൻ്റെ അരികിൽ ഒരു നിയോഗം അല്പം പോലും കറയില്ലാതെ വിശുദ്ധമായ മനസ്സോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അണയുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ ഏറ്റെടുത്ത് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് അറിയാനാവും. അത് തന്നെയാണ് സഹോദരി സൂചിപ്പിച്ചത്. അച്ഛൻ, ഞാൻ കണ്ണീരോടെ വാവിട്ട് നിലവിളിച്ച് അച്ഛനെ ആശീർവദിക്കുമ്പോൾ എൻ്റെ വീടും സ്ഥലവും 2 നാൾ കഴിഞ്ഞ് നഷ്ടപ്പെടും എന്നത് ഞാനിങ്ങനെ ഏങ്ങലടിച്ച് അച്ഛൻ്റെ അരികിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ജപ്തി നടപടി ഒഴിവാക്കുവാനുള്ള വഴി അമ്മ മാതാവ് തുറന്നു തരുന്നു. അതാണൊരു വ്യക്തി വിളിക്കുകയും കാര്യം തിരക്കുകയും കാണുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കൂടിയും തിരക്കിയെത്തി കാണുകയും കാര്യം തിരക്കി 1,00,000 രൂപ 2-3 ദിവസം കൊണ്ട് അടയ്ക്കുവാൻ വേണ്ടി അക്കൗണ്ടിൽ കൊടുക്കുകയും ചെയ്തത്. വീണ്ടും അല്പ ദിവസം കഴിയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ 24 രൂപ മാത്രമേ ഉള്ളൂ. മകനൊരു ചായ വാങ്ങിക്കൊടുക്കണം, ഒരു മാസ്ക് വാങ്ങിക്കൊടുക്കണം. അതിനുവേണ്ടി ചായ കുടിച്ച് 10 രൂപ കൊടുത്ത് 14 രൂപയുമായി അടുത്തൊരു കടയിൽ മാസ്കിന് വേണ്ടി കയറി ജിപേ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ 1,00,000 രൂപ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അർഹതയില്ലാത്തത് കൂടി ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നത് ഉടമ്പടിയുടെ നിരന്തരമായ സാക്ഷ്യമാണ്. സഹോദരി നിറക്കണ്ണുകളോടെ നല്ല മനസ്സോടും നന്ദിയോടും അമ്മയുടെ അരികിൽ ഈ വിഷയങ്ങൾക്ക് നന്ദി പറയുകയാണ്. മകൻ്റെ രോഗം സൗഖ്യപ്പെട്ടത്, ജപ്തി നടപടി മാറിപ്പോയത്, വിശ്വാസം സ്ഥിരത കിട്ടിയത്, ജീവിത പങ്കാളിയുടെ ഓട്ടോ പുതിയതാണെങ്കിൽ കൂടിയും 4 പേർ കയറുമ്പോൾ തന്നെ അതൊരു വശത്തേക്ക് ചരിഞ്ഞുപോയി വാഹനങ്ങൾക്കടിയിലേക്ക് പോകുന്ന വിധത്തിൽ അപകടകരമായി ഓടിക്കൊണ്ടിരുന്നത്, അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചും കുടുംബത്തെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചും ഉടമ്പടി തൈലം ഓരോരുത്തർക്കും പൂശി അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് സഹോദരിയുടെ സാക്ഷ്യം അത് കൂടുതൽ കൃപയായി തീരുന്നത് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഹരിപ്പാട് നിന്ന് ട്രിവാൻഡ്രം വരെയും ആ RCC വരെ എത്തി പണ്ട് തൻ്റെ മകൾ മരിച്ചുപോയതിന് എനിക്ക് പറഞ്ഞു തരുവാൻ കൃപാസനത്തെക്കുറിച്ച് അറിയിക്കുവാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലേശത്തോടു കൂടി ധൈര്യത്തോടു കൂടി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി അവിടെ പോയി ചെയ്ത് അവർക്ക് അമ്മ മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം കൊടുത്ത് അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി അവർക്ക് അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈമാറി അത് കുഞ്ഞുങ്ങളുടെ അരികിൽ സൂക്ഷിക്കണമെന്ന് ഉറപ്പിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ആര് നിഷ്കളങ്ക മനസ്സോടുകൂടി എത്തുന്നോ, മുഴുവൻ ശരണം വെച്ചെത്തുന്നുവോ, സംശയിക്കാതെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ഏതു വലിയ ജീവിത വിഷയവും അമ്മ ഏറ്റെടുത്ത് പരിഹാരം നൽകി ജീവിതത്തിന് ശുഭകരമായ ഭാവി, അത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അവസ്ഥ, അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സമാധാനവും സന്തോഷവും നൽകുന്ന അവസ്ഥകൾ അമ്മ കൈമാറുന്നത് കാണാനാവും. അതിൻ്റെ വളരെ ഉജ്ജ്വലമായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്.
കണ്ണീരൊപ്പി പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിൽ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ പേര് ആൻമരിയ ബൈജു. ഞാൻ കോതമംഗലം രൂപത നെടിയകാട് ഇടവകാംഗമാണ്. ഞാൻ മാർച്ച് 11, 2025 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2024 +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് പഠിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞ് ജർമ്മൻ പഠിക്കാമെന്നൊരു തീരുമാനം വന്നത്. പക്ഷേ എന്നാലും എനിക്കിത് പഠിക്കാൻ പറ്റുമോയെന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ലാംഗ്വേജിൽ എനിക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈശോയുടെ മാതാവിനോട് ചോദിച്ചിട്ട് ഇത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞു, ഒരാഴ്ചയോളം ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞ് ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് ഈ കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. എനിക്ക് പോസിറ്റീവായിട്ടാണ് മാതാവും ഈശോയും എന്നോട് പറഞ്ഞത്, പഠിക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ 2024 ഏപ്രിൽ 15 പഠിക്കാൻ ആരംഭിച്ചു. A1 A2 ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി. എക്സാമിനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന എക്സാമിന് പാസ്സായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ B1 B2 ആയപ്പോൾ കുറച്ച് ടഫായി തുടങ്ങി. ഞാൻ തന്നെ പഠിച്ചിട്ടും എനിക്ക് പഠിക്കാൻ പറ്റാതെയായി. അങ്ങനെ B1 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തിയ എക്സാമിൽ റീഡിങ്ങിന് ഞാൻ 2 തവണ തോറ്റു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അങ്ങനെ ഞാൻ ഒന്നും കൂടി എഴുതി. 3ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാനപ്പോഴത്തേക്കും B2 എത്താറായിരുന്നു. ഞാൻ B2 എത്തിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം ഞങ്ങളോട് ക്ലാസ്സിൽ വന്ന് ഷെയർ ചെയ്യുന്നത്. അവൾ വഴിയാണ് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനും മാതാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത്. അവൾ ക്ലാസ്സിൽ വന്നിട്ട് അവൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച സുഗന്ധാഭിഷേകവും മാതാവിനെ അവൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റിയ കാര്യമൊക്കെ ക്ലാസ്സിൽ ഞങ്ങളോട് എല്ലാവരോടും വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അവൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവൾക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, എടി നിനക്ക് ജർമ്മൻ പാടാണെങ്കിൽ നീ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്ക്, നിനക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. പക്ഷേ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പം ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. ഞാനങ്ങനെ മാർച്ച് 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് 2025 മാർച്ച് 11 ഉടമ്പടി എടുത്തത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ B2 കഴിയാറായി. ഞങ്ങളുടെ അവസാനത്തെ എക്സാമും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗോയിത്തയിൽ എനിക്ക് എല്ലാവരും തന്നെ ഡേറ്റ് എടുത്ത് തുടങ്ങി. ഓരോരുത്തരായിട്ട് സ്ലോട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ എഴുതണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പുറത്തേക്കൊക്കെ പോയി എഴുതാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും തന്നെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ തന്നെ പോയി എഴുതാനൊക്കെ ആയിരുന്നു പ്ലാൻ. എല്ലാവരും തന്നെ ഏജൻറ്റ് കൂടാതെ തന്നെ സ്ലോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മാത്രം കിട്ടുന്നില്ല. എൻ്റെ ക്ലാസ്സിലുള്ള ഓരോരുത്തരായിട്ട് ഡേറ്റ് എടുത്ത് തുടങ്ങി. എൻ്റെ ബാച്ചിലുള്ളവർ എടുത്തു, ഞാൻ മാത്രം എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ 2 തവണ ശ്രമിച്ചിട്ടും എനിക്ക് മെയിലിന് റിപ്ലൈ ഒന്നും വന്നില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്ക് കിട്ടാത്തത്? ഞാൻ ഓരോ കാര്യം വരുമ്പോഴും മാതാവിനോട് പറയും, മാതാവ് എന്താ എനിക്ക് കിട്ടാത്തത്? പക്ഷേ ഒരുപാട് താമസിയാതെ തന്നെ മാതാവ് എനിക്കതിന് ഉത്തരം തരും. അങ്ങനെ കേരളത്തിൻ്റെ അകത്തെ സ്ലോട്ടൊക്കെ ഏകദേശം തീർന്നു എന്ന് ഏജൻറ്റ് പറഞ്ഞു. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, കേരളത്തിന് പുറത്തേക്ക് സ്ലോട്ടുകൾ അവൈലബിൾ ആണ്, നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ വന്നൊരു ചിന്തയാണ് ബാംഗ്ലൂരിലേക്ക് എടുത്താലോ എന്നുള്ളത്. പക്ഷേ ബാംഗ്ലൂർ പോകാനോ ഞങ്ങൾക്ക് അങ്ങനെ പോകാനൊന്നും അറിയില്ല. പക്ഷേ ആ സമയം തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി, ബാംഗ്ലൂരിൽ എക്സാം എഴുതാൻ പോയി. റീഡിങ്ങും ലിസണിങ്ങും ആണ് ആദ്യം എടുത്തത്. റീഡിങ്ങും ലിസണിങ്ങും ആദ്യം എല്ലാവരും എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ റീഡിങ്ങും ലിസണിങ്ങും എടുത്തു. പഠിച്ചതൊക്കെ അത്യാവശ്യം ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സാം ഹാളിൽ കയറി ഞാൻ ഉപ്പിട്ട് തൈലം തേച്ചാണ് കയറി എക്സാം ഹാളിൽ ഇരുന്നത്. ആദ്യം ഞങ്ങൾക്ക് റീഡിംഗ് ആയിരുന്നു. റീഡിങ് പഠിച്ച പോലെ തന്നെ വന്നു. വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റി. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത് എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി.
അത് കഴിഞ്ഞ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് പക്ഷേ പെട്ടെന്ന് എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഞാൻ മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എന്താ എഴുതണ്ടേന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പഠിച്ചത് മൊത്തം മറന്നുപോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ എഴുതണ്ടേന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതെനിക്ക് കിട്ടുമോയെന്നറിയില്ല, എന്നാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ രണ്ടും കൽപ്പിച്ച് കേട്ടതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓരോരോ ഓപ്ഷൻ ഇങ്ങനെ ടിക്കിട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയെ വന്നില്ല, ഞാൻ എന്താ എഴുതിയെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ പപ്പയോടും അമ്മയോടും പറഞ്ഞു എനിക്ക് റീഡിങ് കിട്ടുമായിരിക്കും, ലിസണിങ് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റീഡിങ്ങിന് ഞാൻ പാസ്സായി. ലിസണിങ്ങിന് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഇരുന്നപ്പം പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും മാതാവിനോട് പറഞ്ഞുള്ളൂ, ബാംഗ്ലൂർ വരെ പോയിട്ട് രണ്ടും തോറ്റു വരാൻ പാടില്ല, മാതാവ് എനിക്ക് ഒരെണ്ണമെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മാതാവിനോട് പരാതിപ്പെടാൻ പോയില്ല. ഒരെണ്ണമെങ്കിലും ദൈവം തന്നല്ലോ എന്നുള്ള സന്തോഷത്തിലിരുന്നു. പക്ഷേ ഞാൻ പള്ളിക്കോരിൽ പാട്ട് പാടുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഞാനൊരു പിറ്റേ ദിവസം ഞാൻ കുർബാനയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ എന്തായിരുന്നു എനിക്കപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കുർബാനയുടെ ഇടയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് ലിസണിങ്ങിന് വന്ന റിസൾട്ട് അത് ഫൈനൽ റിസൾട്ട് അല്ല, അത് റീവാലുവേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് മെയിൽ വരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കുർബാനയുടെ സമയത്താണ് ഇത് വന്നത്. അത് വായിച്ച് അടുത്ത മെയിൽ എന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി പാസ് ദ എക്സാം എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഗോയിത്തയുടെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ റിസൾട്ട് വന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും ലിസണിങ്ങിന് മാത്രം റിസൾട്ട് വന്നു. അങ്ങനെ 40 മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ തോറ്റുപോയത് എനിക്ക് 40 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 60 മാർക്ക് വേണം ജയിക്കാൻ. അങ്ങനെ 63 മാർക്ക് കിട്ടി. ഞാൻ ലിസണിങ്ങിൽ ജയിച്ചു. ഞാൻ തോറ്റുപോയതാണ് പിന്നെ എൻ്റെ മാതാവിനെ ജയിപ്പിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മെറിറ്റ് ആയിരുന്നു 40 മാർക്ക്, പക്ഷെ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്നത് 23 മാർക്ക്. അതെനിക്ക് മാതാവ് കൂട്ടിത്തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വെളിപ്പെട്ട ആദ്യത്തെ അത്ഭുതമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ തോറ്റുപോയ ലിസണിങ്ങിന് ഞാൻ വീണ്ടും ജയിച്ചു. 63 മാർക്ക് കിട്ടി ഞാൻ ജയിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി. എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം, നടക്കും എന്നുള്ളൊരു വിശ്വാസമായി. അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എടുത്തത്. ട്രിവാൻഡ്രത്ത് എടുത്ത സമയത്ത് ഞാൻ സ്പീക്കിങ്ങിന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ എല്ലാ എക്സാമിലും ഞാനൊന്നും ജയിക്കാറൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ച പോലെ തന്നെ എനിക്കൊരു എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എൻ്റെ എക്സാമിനേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് എക്സാം ഹാളിലേക്ക് കയറിപ്പോയത്. അവരാണെങ്കിലും എൻ്റെ നേരത്തെ എക്സാമിന് എഴുതിയ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു അവർ ഭയങ്കര റൂഡാണ്, അവർ നമ്മളോട് ചിരിക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ എക്സാമിനേഴ്സ് ഭയങ്കര കൂളായിരുന്നു. അവർ ഞങ്ങളോട് നല്ല ചിരിച്ച് സംസാരിച്ചു, പേടിക്കണ്ട, നന്നായിട്ട് എഴുതാൻ, നന്നായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ തന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പറഞ്ഞു വന്നപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ആവലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം മിണ്ടാതെ അങ്ങനെ ഇങ്ങിരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, ഈ കൊച്ചു പറയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ്, നീ എന്തിനാ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്, നീ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവാണ് എന്നോടത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവിൻ്റെ മടിയിലിരുത്തി എനിക്ക് പറയാൻ പറ്റണം. ഞാനങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അത്രയും സ്റ്റക്കായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു കോൺഫിഡൻസ്, പെട്ടെന്ന് വായിലിങ്ങനെ സ്പീക്കിങ് എനിക്ക് കിട്ടാൻ തുടങ്ങി പോയിൻസൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നാലും അവസാനം എത്തിയപ്പോൾ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ഡൗട്ടായി. എൻ്റെ കൂടെ ഇരുന്ന പാർട്ട്ണറിന് അവൾക്ക് നന്നായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് അടുത്തത് എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പഠിച്ച ഒരു ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് വന്നതെങ്കിലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞേ, മാതാവ് എനിക്ക് സ്പീക്കിംഗ് ഒന്നുകൂടി എഴുതാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം അവരുടെ മുന്നിൽ ഒന്നുകൂടി പോയി ഇങ്ങനെ ഇരുന്ന് പിന്നെയും നമുക്ക് ടെൻഷനാവും. സ്പീക്കിംഗ് എനിക്ക് ഇപ്പം തന്നെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു.
അതുപോലെ തന്നെ മാതാവ് എനിക്ക് സ്പീക്കിംഗ് തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പെർഫോമൻസിന് എനിക്ക് സ്പീക്കിംഗ് കിട്ടേണ്ട ആളല്ല ഞാൻ. എനിക്ക് 62 മാർക്ക് തന്ന് മാതാവിനെ ജയിപ്പിച്ചു. 60 മാർക്ക് മതി ജയിക്കാൻ, എന്നാലും 2 മാർക്ക് കൂടുതലെന്ന് മാതാവിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് കിട്ടി. അപ്പം തന്നെ ഞാൻ ഹാപ്പിയായി, കാരണം സ്പീക്കിംഗ് ഇനി ഒന്നുകൂടി എഴുതണ്ടല്ലോ. പക്ഷേ എനിക്ക് റൈറ്റിംഗ് 39 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇനി മാതാവ് പറയുകയാണ്, നീ ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട് റൈറ്റിങ്, നീ പഠിച്ചതൊക്കെ കുറേയൊക്കെ തെറ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് ഒന്നുകൂടി ഇരുത്തി പഠിച്ചു. അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി ഞാൻ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, നിനക്കിത് എഴുതിയാൽ കിട്ടും എന്ന്. അങ്ങനെ അടുത്ത ഡേറ്റ് ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എടുത്തത്. ബാംഗ്ലൂർ റൈറ്റിംഗ് ഗോയിത്തയിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ബാംഗ്ലൂർ റൈറ്റിങ്ങിന് ഒട്ടും പാസ് മാർക്ക് ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു, ബാംഗ്ലൂരിൽ എടുക്കല്ലേ എന്ന്. പക്ഷേ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു, എനിക്ക് മാതാവുണ്ട്, മാതാവ് എനിക്ക് തരും, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു, എഴുതിയത് എനിക്ക് ഇതുവരെ എഴുതിയതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എനിക്ക് പെട്ടെന്ന് തന്നെ അത് എഴുതി തീർക്കാൻ പറ്റി. ഒരുപാടൊന്നും ഞാൻ ആലോചിച്ചില്ല, ഞാൻ വേഗം എഴുതുന്നുണ്ടായിരുന്നു. പോയിൻറ്റ്സൊക്കെ ഇടയ്ക്ക് സ്റ്റക്കാവുമോ ഒന്നുമില്ല, ഞാൻ വേഗം എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കൈ വെച്ച് അതിൻ്റെ തമ്മിൽ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന ഒരു ഫീലിംഗ്, എനിക്ക് സുഗന്ധാഭിഷേകവും അതുപോലെ എൻ്റെ കൈയുടെ മുകളിലൊരു തണുത്ത കാറ്റ് വീശുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്തുണ്ട് എന്നൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഒരു എക്സാം നന്നായിട്ട് തന്നെ കഴിഞ്ഞു. റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പം എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ഉറപ്പിന് മാതാവ് ഉണ്ടായിരുന്നു, മാതാവ് എനിക്ക് തന്നു. 67 മാർക്ക് കൊണ്ട് ഞാൻ ജയിച്ചു. റൈറ്റിങ്ങിന് ബാംഗ്ലൂർ എഴുതിയാൽ ആർക്കും തന്നെ എൻ്റെ അറിവിൽ ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അതൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മൊഡ്യൂളും റൈറ്റിംഗ് മാത്രമാണ് ഞാൻ എക്സ്ട്രാ എഴുതിയുള്ളൂ. ബാക്കി 3 സ്പീക്കിങ്, ലിസണിങ്, റീഡിങ് ഒറ്റ ചാൻസിൽ, ഒറ്റ അറ്റംപ്റ്റിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒറ്റ അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തു. റൈറ്റിംഗ് മാത്രം ഒന്നുകൂടി എഴുതിയുള്ളൂ. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം 4 പാസ്സായപ്പോൾ തന്നെ പകുതി സമാധാനമായി. അത് കഴിഞ്ഞാലുള്ള നമ്മുടെ എല്ലാവരുടെയും ആണ് പ്രോസസ്സിങ് നന്നായിട്ട് ചെയ്യും തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അത് ഞങ്ങൾ പോകുന്ന അവിടുത്തെ ഏജൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ടഫാണ്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഈ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എന്താ പ്രിപ്പയർ ചെയ്ത് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു മൊത്തത്തിൽ അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് മാതാവ് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ തോന്നിച്ച് തരിക. അങ്ങനെ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റി. നല്ല ചിരിച്ച് കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, മാതാവ് തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞാൻ അതിന് പാസ്സായി. അതിനുശേഷം എനിക്ക് കുറച്ച് മാസം കഴിഞ്ഞ് നവംബറിൽ എനിക്ക് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ അത്രയും നാളത്തെ ഒരു ജർമ്മൻ സ്പീക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതും എനിക്ക് നന്നായിട്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അത്യാവശ്യം മനസ്സിലായി. അതും നന്നായിട്ട് പറയാൻ പറ്റി. അതും ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ സ്കൂൾ ഇൻ്റർവ്യൂ ആയിരുന്നു. സ്കൂൾ ഇൻ്റർവ്യൂവും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. പക്ഷെ അവരായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരിങ്ങോട്ട് പറയുന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ആയി എനിക്കിത് കിട്ടുമെന്ന്. അങ്ങനെ അതും എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ 3 ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. അത് 3ഉം ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് പറ്റുന്ന കാര്യമല്ലായിരുന്നു ഇതുപോലെ ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. അതിനുശേഷം എൻ്റെ എൻ്റെ കൂടെയുള്ള എല്ലാവരിലും എനിക്ക് ആദ്യം തന്നെ വിസ വന്നതും ഇതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. വിസയൊക്കെ റിജക്റ്റ് ആവുന്ന ഒരുപാട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിസയൊന്നും റിജക്റ്റ് ആയില്ല. അതിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് വിസ കഴിഞ്ഞ ഫെബ്രുവരി 20 ഞാൻ മേടിച്ചു. എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണെങ്കിലും മിനിഞ്ഞാന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. പക്ഷേ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു.
ഇതിനുപരിയായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു ഭയങ്കര വിശ്വാസി അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്നുള്ളതിലപ്പുറത്തേക്ക് എനിക്ക് കുർബാനയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എനിക്ക് ഭാഷാവരം കിട്ടാനൊക്കെ തുടങ്ങി. അതൊക്കെ ഉടമ്പടിയുടെ ഒരു അനുഗ്രഹം എന്നാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇത്രേ പറയുള്ളൂ, മാതാവേ നമ്മുടെ രണ്ടുപേരുടെയും പേര് സെയിമാണ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ തന്നേ പറ്റുള്ളൂ. ഞാനിങ്ങനെ വാശി പിടിച്ച് പറയായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിലും, അല്ലാതെ എൻ്റെ ഈ ഒരു ജർമ്മൻ ലേണിംഗ് ഫുൾ ജേർണിയിലും മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം 30 ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രോഗികൾ, അതുപോലെ എൻ്റെ റിലേറ്റീവ്സിന് ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്. അവരെയൊക്കെ ചെന്ന് ഞാൻ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ വഴികൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെ മുഖം കണ്ട മാതാവിനോട് പറയും, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, നീ കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് കൊടുക്കും. അത് ഓരോന്ന് കൊടുത്തു കഴിയുമ്പോണ്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ദൈവം തന്നെ നമുക്ക് ഉള്ളിലൊരു ആത്മീയ സന്തോഷം നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ പണ്ടൊന്നും അത്ര ദാനധർമ്മം ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അത് മാതാവിനിൽ തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ബസ് സ്റ്റാൻഡിലും ഞാൻ ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഞാൻ ചെന്ന് കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ തൈലം പൂശി നാളെ കൊടുക്കാനുള്ളവർക്കൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ആൻമരിയ എന്ന മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് യൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. മകൾക്ക് ഓരോ മൊഡ്യൂളിനെക്കുറിച്ചും ഓരോ സംഭവം തന്നെ ഒരു ചെങ്കടൽ കടന്ന ഒരു വലിയ അനുഭവം ഈ മകൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഒട്ടും അപ്രതീക്ഷിതമായിരുന്ന ഓരോരോ അനുഭവങ്ങൾ ഈ മകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഓരോ മൊഡ്യൂളിലും ദൈവം തനിക്ക് റീടെസ്റ്റ് ഇല്ലാതെ മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന, എൻ്റെ മെറിറ്റിൽ ഇത്ര മാർക്കേ ഉണ്ടാവൂ, 40 മാർക്ക്, അത് 23 മാർക്ക് കൂട്ടിക്കൊടുത്തപ്പോഴാണ് പരിശുദ്ധ അമ്മേൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് നമ്മുടെ രണ്ടുപേരുടെയും പേരൊന്നാണ്, അതുകൊണ്ട് നമ്മുടെ പേര് നാറ്റിക്കരുത് എന്നെല്ലാം പറയാനുള്ള ഒരു വലിയ ഇൻറ്റിമസി പരിശുദ്ധ അമ്മയോട് ഇന്ന് ആൻമരിയയ്ക്ക് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിലൂടെയുള്ള സാമീപ്യം മകൾക്ക് ലഭിക്കുന്നതോറും, അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കാനും തൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ ഈശോയെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയോടുകൂടി നടക്കാനുള്ള ഒരു വലിയ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, ഒരു ഫോർമാലിറ്റിയൊക്കെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മ ഈ ജർമ്മൻ പഠിക്കുന്നതിലൂടെ മകൾക്ക് നൽകിയിരിക്കുകയാണ്. ഒരു നല്ല കൂട്ടുകാരിയാണ് ഈ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമുക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല വിശ്വാസ ജീവിതവും ആ വിശ്വാസ ജീവിതത്തിലൂടെ ഈശോയോടുള്ള വിശ്വസ്തതയും ആഴപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലായാലും നമ്മിൽ കുറ്റമില്ല, നമ്മൾ കളങ്കമില്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കുന്നതും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നത് പോലെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെ ദൈവത്തെ കാണുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ആൻമരിയയ്ക്ക് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഇന്നത്തെ സുവിശേഷം പോലും അതുതന്നെയാണ്. ജന്മനാ അന്ധനായ മകനെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ നീ സിലോഹ കുളത്തിൽ പോയി മുഖം കഴുകുക എന്ന് അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചത്. സമറിയക്കാരി സ്ത്രീയോടും അത് തന്നെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും, നീ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് ജന്മനാൽ അന്ധനായവനോടും സമറിയക്കാരിയോടും പറയുന്നുണ്ട്. നമ്മുടെ അന്വേഷണം സത്യമാണെങ്കിൽ ഈശോയെ നാം കണ്ടുമുട്ടിയിരിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. നാം OET പാസ്സാവുകയോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയോ ജർമ്മനിയിലേക്ക് പോകുന്നതോ അല്ല നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം.
ഈശോയുടെ ആ നിത്യതയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പിൻ്റെ ആരംഭം തന്നെ. അതാണ് നമ്മുടെ ഉടമ്പടിയുടെ തുടക്കവും അവസാനവും. ആൻമരിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം OET പാസ്സാവാത്ത ഒരുപാട് മക്കൾ, അതുപോലെ വിസ പ്രോസസ്സിങ് നടക്കാത്ത മക്കൾ, ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ജയിലിൽ കഴിയുന്നവർ, ഒട്ടും തന്നെ ഒരെത്തും പിടിയില്ലാത്ത വഴിവിട്ട ജീവിതങ്ങൾ, ഡ്രഗിനും മദ്യപാനത്തിലൊക്കെ അടിമപ്പെട്ട ഒരുപാട് മക്കൾ, ജീവിത പങ്കാളികൾ, എല്ലാവരെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും എത്ര വലുതായാലും ചെറുതായാലും പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഈശോയിലേക്ക് എത്തിക്കും. നമുക്ക് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യാം. അൻമരിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈ